കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് നമ്മുടെ ഗ്ലാസ് സ്കിന്നിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് കുറേ പേര് എനിക്ക് കമൻസും അതല്ലാതെ കുറച്ച് പേര് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജും കോളും ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു, ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒലിച്ചു പോകും എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇത് പ്രോഡക്റ്റ് അങ്ങനെയാണ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഒലിച്ചു പോകുന്നൊക്കെ. അപ്പം ഞാൻ ആ വീഡിയോയ്ക്കകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ മുഴുവൻ കേട്ടവർക്കറിയാം, അതായത് സ്കിൻ ടൈപ്പ് നോക്കി തന്നെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം. അതിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു, പാട്രിക് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മേക്കപ്പ് ഒലിച്ചു പോകുന്നൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞു. പക്ഷേ ഞാനപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് യൂസ് ചെയ്യുന്നത് സ്കിൻ ടൈപ്പ് നോക്കി തന്നെ യൂസ് ചെയ്യണമെന്ന്. അതായത് കുറച്ച് പേര് പറഞ്ഞ് പ്രെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രെപ്പിംഗ് പ്രോപ്പറായി കഴിഞ്ഞാൽ നമുക്ക് ഗ്ലോയുടെ ഒന്നും ആവശ്യമില്ല, അതായത് ഗ്ലോ എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ല, പ്രെപ്പിംഗ് പ്രോപ്പറായിട്ട് ചെയ്താൽ മതി. ശരിയാണ്, നോർമൽ ഒരു സ്കിന്നാണെങ്കിൽ പ്രെപ്പിംഗ് പ്രോപ്പറായിട്ട് കൊടുത്താൽ മതി. പക്ഷേ എക്സ്ട്രാ ഡ്രൈ ആയിട്ടുള്ള സ്കിന്ന് വരും, എക്സ്ട്രാ ഡ്രൈ, അത് മസ്റ്റായിട്ട് നിങ്ങൾ കേൾക്കുക. എക്സ്ട്രാ ഡ്രൈ ആയിട്ടുള്ള സ്കിന്ന് വരുമ്പോഴത്തേക്ക് അതിൽ നമ്മൾ എത്ര പ്രെപ്പിംഗ് കൊടുത്താലും ഒരു 1 hour കഴിയുമ്പം ഈ സ്കിന്നിലേക്ക് വീണ്ടും ഈ നമ്മൾ ഉപയോഗിച്ച പ്രോഡക്റ്റ് എല്ലാം അബ്സോർബ് ആയി പോകും. നമ്മൾ മേക്കപ്പ് കഴിഞ്ഞു, അവർ പോയി ഔട്ട്ഡോർ പോയി കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചില സ്കിന്നിന് ഇത് അബ്സോർബായി വീണ്ടും ഡ്രൈ ആയി അവിടെ പാച്ചസ് ആയിട്ട് ഇങ്ങനെ വരാറുണ്ട്, പാച്ചിങ് ആയിട്ട് വരാറുണ്ട്. അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഭയങ്കര ഡ്രൈ സ്കിന്നാണ് എൻ്റെ, അതുപോലെ എൻ്റെ സിസ്റ്ററിൻ്റെ. ഞങ്ങളൊക്കെ മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പം ഞങ്ങൾ ഈ പ്രോഡക്റ്റുകളെല്ലാം യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്തത്. അതാദ്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് 20 വർഷമായ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഞാൻ എൻ്റെ ബ്രൈഡ്സിന് യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്റ്റും എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും അറിയാം, എല്ലാ പ്രോഡക്റ്റും ഞാൻ സെൽഫായിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ട് തന്നെയാണ് ബ്രൈഡ്സിന് ഞാൻ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഞാനിത് വാങ്ങി വെച്ചിട്ട് ഇതിനെക്കുറിച്ച് അറിയാതെ ഡയറക്റ്റ് പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല. ഇന്നത്തെ കാലത്ത് ഗ്ലാസ് സ്കിന്നിൻ്റെ പ്രോഡക്റ്റ് ആയാലും ഹൈലൈറ്റർ ആയാലും ഒരുപാടുണ്ട്. ഹൈലൈറ്റർ ചുമ്മാതെ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് വെറുതെ ഹൈലൈറ്റർ ഇട്ടിട്ട് 2 സൈഡിൽ നിന്ന് ലൈറ്റ് കൊടുത്താൽ പോലും ഒരു ഗ്ലോയോ ഗ്ലാസ് സ്കിന്നോ ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യും. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റൊക്കെ കോമൺ പ്രോഡക്റ്റാണ്. അതിപ്പം അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്നോർത്താണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് കമൻറ്റും ഭയങ്കരമായിട്ട് നമ്മളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലും ഒക്കെയാണ് മെസ്സേജുകൾ വന്നത്. അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നെങ്കിൽ എന്തുകൊണ്ടാണ് ആദ്യം ആർക്കും പറഞ്ഞു കൊടുക്കാതിരുന്നത്? ഇപ്പം നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്കാണ് എല്ലാവർക്കും പ്രോഡക്റ്റുകൾ അറിയാമെങ്കിൽ എല്ലാവരും പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു. അല്ലെങ്കിലും നമ്മളൊരു കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അത് കുറച്ച് ആൾക്കാർക്ക് വിഷമമുള്ളതാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒരാൾക്ക് പകർന്നു കൊടുക്കുന്നതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം. അതുപോലെ തന്നെ ഞാൻ ഈ ചെയ്ത പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് ഏതൊക്കെ സ്കിന്നിന് സ്യൂട്ടാകും എന്നൊക്കെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ്സിന് വന്ന് ജോയിൻ ചെയ്യാം. ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. പിന്നെ ഇനിയും ഞാൻ കൂടുതൽ പ്രോഡക്റ്റുമായിട്ട് നിങ്ങൾക്ക് വന്ന് പറഞ്ഞു തരണമെന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്.